എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ നിലപാട്, ഇപ്പോഴത്തെ നിലപാട് അത്ര സുരക്ഷിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം നാളെ തന്നെ കേരള ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിലെ നിരവധി ഓർഡറുകൾ ഈ ലോവർ കോടതിയിലെ പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലെ ശാസ്ത്രമംഗൽ അജിത് അവിടെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. കേസ് റേപ്പ് നിലനിൽക്കില്ല എന്ന് ഒരു അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കോടതി അംഗീകരിച്ച പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് രണ്ടാമതൊരു എഫ്ഐആർ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോടതിക്ക് ആ കാര്യം കൂടെ പരിഗണിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് വാദിയുടെ അഡ്രസ്സ് ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, എങ്കിലും ഒരു എഫ്ഐആർ എടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ഒരു മെസ്സേജ് KPCC പ്രസിഡന്റ് അയച്ചു. KP പ്രസിഡന്റ് ഒരു 3-4 മണിക്കൂറിനകം അത് പാർട്ടി ചർച്ച ചെയ്തിട്ട് അത് DGPക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് രണ്ടാമത്തെ എഫ്ഐആർ വന്നിരിക്കുന്നത്. ആ എഫ്ഐആറിനകത്ത് വാദിയുടെ അഡ്രസ്സ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഇമെയിലായിട്ട് വന്നതാണ്. ജാമ്യ നിഷേധം വന്നതോടുകൂടി അതിൻ്റെ കോടതിയിൽ നിന്നുള്ള കോടതിയുടെ ഓർഡറിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയെല്ലാം എടുക്കാനായിട്ട് പ്രതിഭാ അഡ്വക്കേറ്റ് തയ്യാറാകുകയാണ്. നാളെയോ മറ്റന്നാളോ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.